ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. നോവായി പ്രിയഗാനം പി ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ ഹൃദയാഞ്ജലി. സംസ്കാരം ഇന്ന്. തൃശൂർ. അനശ്വര ഗായകൻ പി ജയചന്ദ്രന് 80 സാംസ്കാരിക നഗരിയുടെ സ്നേഹപ്രണാമം. വ്യാഴാഴ്ച അന്തരിച്ച ഗായകനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേരാണ് പൂമ്പിന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും എത്തിയത്. ഇന്ന് രാവിലെ 10-ന് മൃതദേഹം പറവൂർ ചേന്ദമംഗലം പാലിയത്ത് എത്തിക്കും. നാലുകെട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 3:30-ന് സമീപത്തെ പാലിയം ശ്മശാനത്തിൽ ശവദാഹം. ഇന്നലെ രാവിലെ പൂങ്കുന്നം തോട്ടേക്കാട് ലൈനിലെ വീട്ടിലും മണ്ണത്ത് ഹൌസ്, തുടർന്ന് ഉച്ചവരെ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിലുമായിരുന്നു പൊതുദർശനം. അതിനുശേഷം മൃതദേഹം തിരികെ മണ്ണത്ത് വീട്ടിലെത്തിച്ചു. ഇന്ന് രാവിലെ 8-ന് അദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്നാണ് ചേന്ദമംഗലത്തേക്ക് കൊണ്ടുപോകുന്നത്. മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇന്നലെ രാവിലെ 9:30-ന് വീട്ടിലെത്തിക്കുമ്പോൾ ഭാര്യ ലളിത, മക്കളായ ലക്ഷ്മി, ദിനനാഥ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പിന്നാലെ ചെന്നൈയിൽ നിന്ന് മരുമകൾ സുനിതയും പേരക്കുട്ടി നിവേദിയുമെത്തി. ജയചന്ദ്രന്റെ സഹോദരൻ കൃഷ്ണകുമാറും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വിയോഗത്തിൽ അനുശോചിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചു. നഗ്നചിത്രം കൈക്കലാക്കി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18-കാരി അറസ്റ്റ്. പത്തനംതിട്ട. കായികതാരമായിരുന്ന വിദ്യാർത്ഥിനിയെ 5 വർഷത്തിനിടെ ലൈംഗിക പീഡനത്തിനിരയാക്കിയത് 60-ലേറെ പേർ. ജില്ലാ ശിശുക്ഷേമ സമിതിക്കു മുന്നിൽ 18-കാരി നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 5 പ്രതികൾ അറസ്റ്റിലായി. പത്തനംതിട്ട പ്രക്കാനം വലിയവട്ടം പുതുവൽതുണ്ടിയിലെ വീട്ടിലെ സുബിന് 24, സന്ദീപ് ഭവനത്തിലെ എസ് സന്ദീപ് 30, കുറ്റിയിലെ വീട്ടിലെ വി കെ വിനീത് 30, കൊച്ചുപറമ്പിലെ കെ അനന്തു 21, ചെമ്പില്ലാത്തറയിലെ വീട്ടിലെ സുധി ശ്രീനി 24 എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. 40ഓളം പേർക്കെതിരെ പോലീസ് പോക്സോ കേസെടുത്തു. 13 വയസ്സുള്ളപ്പോൾ മുതൽ പെൺകുട്ടി പീഡനത്തിനിരയായി. പ്രതികളിൽ ചിലർക്കെതിരെ SC/ST അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസ് ചുമത്താനും സാധ്യതയുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ 62 പ്രതികളുണ്ടെന്നാണ് സൂചന. ഇലവുണ്ടിട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം 40ഓളം പേർക്കെതിരെയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഏതാനും പേർക്കെതിരെയും കേസെടുത്തു. ഒരു ഇരയെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ സംഭവത്തിൽ ഇത്രയേറെ പ്രതികൾ വരുന്നത് അപൂർവമാണ്. ചൂഷണത്തിനിരയായ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വിദ്യാർത്ഥിനി തയ്യാറായതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മഹിളാ സമത്വ പദ്ധതി പ്രവർത്തകരോടാണ് പെൺകുട്ടി പ്രശ്നങ്ങൾ സൂചിപ്പിച്ചത്. പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന ഫോൺ രേഖകളിൽ നിന്നാണ് 40ഓളം പ്രതികളെ തിരിച്ചറിഞ്ഞത്. കുട്ടിക്ക് 13 വയസ്സുള്ള സമയത്ത് സുഹൃത്താണ് ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കൾ ദുരുപയോഗം ചെയ്തു. ഇരയുടെ നഗ്നചിത്രങ്ങൾ പ്രതികളിൽ ചിലർ കൈവശപ്പെടുത്തി. വിദ്യാർത്ഥിനി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസ് അന്വേഷിക്കും. സിപിഐക്കാർക്കു മദ്യപിക്കാമോ? വീട്ടിൽ വെച്ചായിക്കൊള്ളൂവെന്ന് ബിനോയ് വിശ്വം. തിരുവനന്തപുരം. സിപിഐക്കാർക്കു മദ്യപിക്കണമെങ്കിൽ വീട്ടിൽ വെച്ചായിക്കൊള്ളാൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. റോഡിലിറങ്ങി ബഹളമുണ്ടാക്കി പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. സിപിഐയുടെ പുതുക്കിയ പെരുമാറ്റച്ചട്ടത്തിൽ മദ്യപാനശീലം സംബന്ധിച്ച ഭാഗം പല വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പെരുമാറ്റച്ചട്ടത്തിലെ പ്രസക്ത ഭാഗം ബിനോയ് വിശ്വം വായിച്ചു. ശേഷം കൂട്ടിച്ചേർത്തു, കമ്മ്യൂണിസ്റ്റുകാർ കള്ളു കുടിക്കാൻ വേണ്ടി ചീത്ത കമ്പനിയിൽ പെടാൻ പാടില്ല. പ്രമാണിമാരുടെയും കള്ളന്മാരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി കുടിക്കാൻ പാടില്ല. ചേരിതിരിഞ്ഞ് IAS ഉദ്യോഗസ്ഥർ. സർക്കാരുമായി ചേർന്നു നിൽക്കുന്നവരും വിമർശിക്കുന്നവരും 2 തട്ടിൽ. തിരുവനന്തപുരം. സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ കൃഷിവകുപ്പിൽ നിന്ന് B അശോകിനെയും മാറ്റിയതോടെ IASുകാർക്കിടയിലെ ചേരിപ്പോര് രൂക്ഷമായി. സർക്കാരുമായി ചേർന്നു നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി. വകുപ്പ് സെക്രട്ടറിമാരുടെ പല യോഗങ്ങളിലും സർക്കാർ തീരുമാനങ്ങളുടെ സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ അശോക് ചൂണ്ടിക്കാട്ടിയതും അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് തട്ടാൻ കാരണമായെന്ന് പറയുന്നവരുണ്ട്. വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ അശോക് എതിർത്തിരുന്നു. പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് നിർമ്മാണ കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്കു ടെൻഡറില്ലാതെ നൽകിയതിൽ IASുകാർക്കിടയിൽ തന്നെ നീരസമുണ്ട്. തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായുള്ള മാറ്റത്തിനെതിരെ അശോക് നിയമ നടപടിക്ക് ഒരുങ്ങുമെന്നാണ് അറിയുന്നത്. പുതിയ ചുമതല ചികിത്സാ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൽക്കാലം ഏറ്റെടുത്തേക്കില്ല. കമ്മീഷൻ ഇതുവരെ രൂപീകരിക്കുകയോ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുകയോ ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെയാണ് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതെങ്കിലും അശോകിന്റെ സമ്മതം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനാകും. KSRTCയിൽ മൈലേജ് പരിശോധന ഇനി ഡ്രൈവർക്കും. തിരുവനന്തപുരം. KSRTCയുടെ മൈലേജ് പരിശോധന ഇനി ബസ്സിന് മാത്രമല്ല, ഡ്രൈവർക്കും ബാധകം. ഏത് ഡ്രൈവർ ഓടിക്കുമ്പോഴാണ് ബസ്സിന് കൂടുതൽ മൈലേജ് ലഭിക്കുന്നതെന്നും KSRTC പരിശോധിക്കുന്നു. KSRTC സ്വിഫ്റ്റ് ബസ്സുകൾക്ക് മറ്റ് സർവീസുകളെ അപേക്ഷിച്ച് കൂടുതൽ ഡീസൽ ചെലവാകുന്നുണ്ടെന്നും ഡ്രൈവർമാർ ബോധപൂർവം ഡീസൽ പാഴാക്കുന്നെന്നും മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടതിനു പിന്നാലെയാണ് പരിശോധനയ്ക്കുള്ള നിർദ്ദേശം.
ഒരേ സർവീസ് സ്വിഫ്റ്റിന്റെ ഡ്രൈവറെയും കെഎസ്ആർടിസിയുടെ ഡ്രൈവറെയും നിയോഗിച്ച് പരീക്ഷിച്ചപ്പോൾ കെഎസ്ആർടിസി ഡ്രൈവർ 20 ലിറ്റർ ഡീസൽ വരെ ലാഭിച്ചെന്നു കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ പല ബസ്സുകളിലും നടത്തിയ പരിശോധനയിൽ മൈലേജ് വ്യത്യാസം കണ്ടെത്തിയതോടെയാണ് ഡ്രൈവിംഗ് രീതിയും ചർച്ചാവിഷയമായത്. ഡീസൽ കൂടുതൽ ഉപയോഗിക്കേണ്ടിവരുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനം നൽകും. ആനക്കാമ്പയിൽ ജോലിക്കെത്തിയ യുവാവിനെ റിസോർട്ടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവമ്പാടി ആനക്കാമ്പയിൽ തെങ്കാറയിലെ റിസോർട്ടിൽ ജോലിക്കെത്തിയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടരഞ്ഞി കരിങ്കിട്ടി സ്വദേശി താന്നിക്കൽ കണ്ടന്റെ മകൻ പ്രസാദ് 40 നെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനക്കാമ്പയിൽ തേങ്കാറയിലെ റിസോർട്ടിൽ വെൽഡിംഗ് ജോലിക്ക് എത്തിയതായിരുന്നു പ്രസാദ്. ഹൃദയാഘാതമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഭാര്യ രമ്യ, മക്കൾ ഐശ്വര്യ, അനശ്വര. നിലമ്പൂര് എംഎൽഎ പി വി അൻവർ തൃണമൂല് കോൺഗ്രസിൽ ചേർന്നു. കൊൽക്കത്ത നിലമ്പൂര് എംഎൽഎ പി വി അൻവർ തൃണമൂല് കോൺഗ്രസിൽ ചേർന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയും മമത ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജി അംഗത്വം നൽകിയത്. ഔദ്യോഗിക എക്സ് പേജിലൂടെ അൻവറിന് അംഗത്വം നൽകിയ വിവരം തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവർ ആദ്യം DMK-യിലേക്ക് ചേക്കേറാനാണ് ശ്രമിച്ചത്. എന്നാൽ DMK പ്രവേശത്തിന് പച്ചക്കൊടി കാട്ടാതിരുന്നതോടെ അതേപേരിൽ തന്നെ സംഘടന രൂപീകരിച്ച് അൻവർ പ്രവർത്തനം തുടങ്ങി. പിന്നീട് UDF-ലേക്ക് എത്താനായിരുന്നു അൻവറിന്റെ ശ്രമം. ഇതിനായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഉൾപ്പെടെ അൻവർ ചർച്ചകൾ നടത്തി. ഇതിനിടെ DF ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതോടെ നിലമ്പൂർ MLA-ക്ക് പ്രതിപക്ഷത്തുനിന്ന് കൂടുതൽ പിന്തുണ ലഭിച്ചു. അൻവറിന്റെ UDF പ്രവേശനം ഉടൻ ഉണ്ടാവുമെന്ന പ്രവചനങ്ങൾക്കിടയിലാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നത്. കോടഞ്ചേരിയിൽ വയോജന ഗ്രാമസഭ സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വയോജന ഗ്രാമസഭ യോഗം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പകശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കി മാറ്റുന്നതിന് ഭാഗമായി അർഹരായ മുഴുവൻ വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങളായി കേൾവിശക്തി ഉപകരണങ്ങൾ, ചലന സഹായ ഉപകരണങ്ങൾ, വയോജനങ്ങൾക്ക് കട്ടിൽ എന്നിവ നൽകുന്നതാണെന്ന് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിൽ ചെയർപേഴ്സൺ വനജ വിജയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിസി ചാക്കോ, ബിന്ദു ജോർജ്, വാസുദേവൻ ഞാറ്റുകാലായിൽ, ഷാജി മുട്ടത്ത്, ചിന്ന അശോകൻ, റോസമ്മ തോമസ്, ചിന്നമ്മ മാത്യു, ICD സൂപ്പർവൈസർ സബന, ആസൂത്രസമിതി ഉപാധ്യക്ഷൻ തമ്പി പറകണ്ടത്തിൽ, KM പൗലോസ്, അലക്സ് മണിയങ്കരി, ജോർജ് മാരാമറ്റം, സുകുമാരൻ വാഴക്കോട്, കൗൺസിലർ ഡോണ ഫ്രാൻസിസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാലു പ്രസാദ്, അമൽ തമ്പി എന്നിവർ സംസാരിച്ചു. മഞ്ഞുവയൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടിയേറി. കോടഞ്ചേരി മഞ്ഞുവയൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടിയേറി. ജനുവരി 10, 11, 12 തീയതികളിലാണ് തിരുനാൾ നടത്തപ്പെടുന്നത്. വൈകിട്ട് 5-ന് ഇടവക വികാരി ഫാദർ ജോർജ് കറുകമാലിൽ കൊടിയേറ്റി. 7-ന് ബൈബിൾ നാടകം. 11-ന് ശനിയാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന. വൈകിട്ട് 5:30-ന് തിരുനാൾ കുർബാന ലതീഞ്ഞ്. തുടർന്ന് ആകാശവിസ്മയം. 12-ന് രാവിലെ 6:30-ന് വിശുദ്ധ കുർബാന. വൈകിട്ട് 5-ന് തിരുനാൾ കുർബാന ലതീഞ്ഞ് പ്രദക്ഷിണം. കോടഞ്ചേരി കാക്കനാട്ട് പരേതനായ ജോസഫിന്റെ ഭാര്യ മറിയക്കുട്ടി 90 നിര്യാതയായി. സംസ്കാരം ഇന്ന് 11 ജനുവരി 25 വൈകിട്ട് 4:30-ന് ഭവനത്തിൽ ആരംഭിച്ച് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. മക്കൾ ജോർജ് തിരുവമ്പാടി, മത്തായി കോവൂർ, പരേതനായ ജോസ്, ആനി, ഗ്രേസി. മരുമക്കൾ ഗ്രേസി ചെന്നിക്കര, ചിപ്പിലിത്തോട്, വത്സമ്മ എളമ്പാശ്ശേരി, കൂടരഞ്ഞി ലിസ്സി ജോസഫ് പുത്തനാൽ, ബത്തേരി പരേതനായ ഗ്രേഷ്യസ് ഓണാട്ട്, പുല്ലുരാമ്പാറ ജെയിംസ് കുന്നപ്പള്ളി, കണ്ണോത്ത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.